1958 ആദ്യ സംസ്ഥാന സ്കൂൾ കലോത്സവം. അന്ന് മലയാളികൾക്ക് ലഭിച്ചത് മലയാളം ഉള്ളിടത്തോളം കാലം എക്കാലവും നിലനിൽക്കുന്ന 2 ശബ്ദങ്ങളെയാണ്. കെ.ജെ. യേശുദാസിനെയും ജയചന്ദ്രനെയും. ഇന്ന് ജയചന്ദ്രൻ ഇല്ല. എങ്ങനെയാണ് സാറ് ജയചന്ദ്രന്റെ ഗാനങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? ഈ സ്കൂൾ യുവജനോത്സവത്തിൽ യേശുദാസിനേക്കാൾ ജൂനിയറായിരുന്നു ജയചന്ദ്രൻ. ജയചന്ദ്രൻ മത്സരിച്ചത് പാട്ടിലല്ലായിരുന്നു, മൃദംഗത്തിലായിരുന്നു. യേശുദാസ് പാട്ടിലുമാണ് മത്സരിച്ചത്. ആ യുവജനോത്സവം ആദ്യത്തെ യുവജനോത്സവമായിരുന്നു. പിന്നെ നമുക്കറിയാവുന്നതുപോലെ യേശുദാസ് ആദ്യം 1961 കാൽപ്പാടുകൾ എന്ന് പറയുന്ന ചിത്രത്തിലാണ് ആദ്യമായി പാടുന്നത്. ജയചന്ദ്രൻ 65 കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് പാടുന്നത്. അപ്പോൾ ഈ മലയാള ചലച്ചിത്ര രംഗത്ത് ഗാനങ്ങളിലൂടെയാണല്ലോ ഇവർ പ്രശസ്തരായത്. യേശുദാസ് പിന്നെ സംഗീതജ്ഞനായി അറിയപ്പെടുകയും അദ്ദേഹം ഗാനഭൂഷണമൊക്കെ പാസ്സായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പിന്നെ സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലുമൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് മലയാള സിനിമയിൽ ഈ തിളങ്ങി നിന്ന കുറച്ച് പേരുണ്ട്. അന്നത്തെ കാലത്ത് എ.എം. രാജ, കമ്മുകറ പുരുഷോത്തമൻ, ഉദയഭാനു, അങ്ങനെയൊക്കെയുള്ള ചില ശബ്ദങ്ങളായിരുന്നു നമ്മുടെ ഈ ചലച്ചിത്ര ഗാനരംഗത്ത്. ചലച്ചിത്രം തന്നെ വളരെ സജീവമായി വന്ന 50കളിലൊക്കെയാണല്ലോ വളരെ സജീവമായത്. നമ്മുടെ മലയാള ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് സജീവമായത് ശബ്ദത്തോടുകൂടി ചിത്രങ്ങൾ പാട്ടുകളൊക്കെ. അപ്പോൾ അതിൽ കമ്മുകറ പുരുഷോത്തമൻ്റെ ഈ ആത്മവിദ്യാലയമേ എന്നൊക്കെ പറയുന്ന പാട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പെരിയാറേ എന്നൊക്കെ പറയുന്ന പാട്ട് എ.എം. രാജാവ്, അങ്ങ് അതിലേക്കാണ് യേശുദാസ് തൻ്റെ ഒരു ശബ്ദഗാംഭീര്യമായി ശബ്ദ സൗന്ദര്യത്തിലാണ് അദ്ദേഹം ആ ശബ്ദം, വേറിട്ടൊരു ശബ്ദം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ആകർഷകമായ ഒരു പുരുഷ ശബ്ദം എന്ന് മറ്റ് ശബ്ദങ്ങളെന്ന് പറയുന്ന അല്പം പതിഞ്ഞ താളത്തിലുള്ള, എന്നാൽ ഗംഭീര ശബ്ദമായിരുന്നു. കമ്മുകറ പുരുഷോത്തമൻ്റെയൊക്കെ ഗംഭീര പാട്ടായിരുന്നു. പക്ഷേ ശബ്ദത്തിലുള്ള ഒരു വ്യതിയാനം കൊണ്ട്, ശബ്ദത്തിലുള്ള ഒരു മുഴക്കം കൊണ്ടാണ് യേശുദാസ് ആദ്യ ചിത്രം മുതൽ യേശുദാസ് ശ്രദ്ധിക്കപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, പഴശ്ശിരാജയിലാണെന്ന് തോന്നുന്നു. അതിൽ കൂടെയാണ് അദ്ദേഹം വളരെ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ വേറെ പാട്ടുകളുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. പിന്നെ അദ്ദേഹം അങ്ങ് അവിടെ നിലനിന്ന് ഒരു ഏകാധിപത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുത്തക എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രംഗത്ത് കൃത്യമായി കാണുന്നു എന്ന് പറയുന്നത് പിന്നെ യേശുദാസിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആർക്കും ആ രംഗത്തേക്ക് സജീവമായിട്ട് എത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എത്തിയവരൊക്കെ ഒതുക്കപ്പെട്ടു പോയി. യേശുദാസിൻ്റെ ശബ്ദത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ യേശുദാസ് ഗാനഗന്ധർവനായിട്ട് അങ്ങ് മാറി. യേശുദാസിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടേ പിന്നെ ആരും പാട്ടിനെ പറ്റി പറയത്തുള്ളൂ. ആ ഒരു അവസരത്തിൽ ജയചന്ദ്രന് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം തഴയപ്പെട്ടിട്ടുണ്ട്. അല്ല, അവസരം നിഷേധിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നത്. യേശുദാസ് ഗാനഗന്ധർവനായിരുന്നുവെങ്കിൽ ജയചന്ദ്രനെ നമുക്ക് കാവ്യഗന്ധർവൻ എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദ സൗന്ദര്യത്തിനപ്പുറം, വാക്യഘടനയ്ക്കപ്പുറം ഒരു ഓരോ പദത്തിലേക്കും അക്ഷരങ്ങളിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഭാവഗായകനായിരുന്നു ജയചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം യേശുദാസ് ഗാനഗന്ധർവനായിരുന്നെങ്കിൽ നമുക്ക് ജയചന്ദ്രനെ കാവ്യഗന്ധർവൻ എന്ന് വിളിക്കാം. വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. അല്ല, നമ്മൾ അങ്ങനെ അതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല നമ്മളതിനെ വ്യവഹരിക്കേണ്ടതും വീക്ഷിക്കേണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളൊരാളിനെ വിലയിരുത്തുമ്പോൾ, ഇപ്പം മൺമറഞ്ഞു പോയിരിക്കുന്ന 6 പതിറ്റാണ്ട് കാലം നമ്മളെ കോൾമേർ കൊള്ളിച്ച ആ ശബ്ദമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന ശബ്ദമാണ് ഈ ജയചന്ദ്രൻ്റെ മരണത്തിലൂടെ ഇപ്പം നിലച്ചിരിക്കുന്നത്. നമ്മൾ ഈ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. നമ്മൾ അദ്ദേഹത്തിൻ്റെ അപ്പം നമ്മൾ ഏതൊരാളെയും വിലയിരുത്തുമ്പോൾ, കാലം വിലയിരുത്തുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമ്മൾ അവസരങ്ങൾ കിട്ടിയോ നിഷേധിക്കപ്പെട്ടോ എന്ന് മാത്രമല്ല നോക്കുന്നത്. അത് അവസരങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെട്ടു എന്നുള്ളതും, അത് നിലനിൽക്കുമ്പോൾ നമുക്ക് പല ഘടകങ്ങളെ വെച്ചാണ് നമ്മൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. നമ്മൾ യേശുദാസിന് അപ്പുറത്തേക്ക് ഗാനരംഗത്ത് ജയചന്ദ്രൻ എത്തി എന്ന് പറയാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. ഒറ്റ ഗാനം കൊണ്ട്, ആദ്യത്തെ കുഞ്ഞാലി മരക്കാറിലാണ് അദ്ദേഹം ആദ്യം പാടിയത് എങ്കിൽ പോലും ഈ കളിത്തോഴൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടുള്ള മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് പറഞ്ഞ ഒരുപാട് യഥാർത്ഥത്തിൽ യേശുദാസിനെ കൊണ്ട് പാടിക്കാനിരുന്നതാണ് പാട്ട്. ദേവരാജൻ്റെ ആണ് ഈ പാട്ട്. പി. ഭാസ്കരൻ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന പാട്ടാണ് ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് പറഞ്ഞത്. അപ്പം ഇത് പാടിപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. പാടിക്കൊണ്ടിരുന്നപ്പോഴും ദേവരാജൻ പറഞ്ഞത് ഇത് യേശുദാസിന് വേണ്ടിയുള്ള പാട്ടാണ്, പിന്നെ നീ ഒന്ന് പാട്, യേശുദാസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടൊന്ന് പാട് എന്ന് പറഞ്ഞാണ് പാടിയത്. പക്ഷെ പാട്ട് കഴിഞ്ഞപ്പോൾ
പിന്നെ ജയചന്ദ്രൻ പിന്നെ പറഞ്ഞത് ഈ ദാസേട്ടനെ എപ്പോഴാണ് വരുന്നത് നേരത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അല്ല പൊക്കോ നീയാ പാടിയിരിക്കുന്നു, നിൻ്റെ പാട്ടാണിത് എന്ന് പറയിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ പറയേണ്ടി വന്നത് ദേവരായ എന്നുള്ളതാണ്. ആദ്യത്തെ ആ ഗാനം ഇന്ന് സത്യത്തിൽ എത്ര വർഷമായി? 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. 60 വർഷം കഴിഞ്ഞ് മലയാളത്തിൽ ഇത്ര നല്ലൊരു ആദ്യമായ ഒരാൾ പാടുന്ന പാട്ട് ഇത്ര കാലം ഓർത്തിരിക്കുന്ന വേറെ പാട്ടുകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുദാസ് പാടിയ പാട്ടുകളൊന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം. യേശുദാസ് ഒരു വലിയ തിരയാണ്. ആർത്തിരമ്പി വന്ന ഒരു തിരയായിരുന്നു യേശുദാസിനോട്, അല്ലേ? ആർത്തിരമ്പി വന്ന ഒരു തിരയാണ്. ഈ ആർത്തിരമ്പി വന്ന തിരയിൽ അങ്ങ് കടപഴകി പോയത് പഴയ പാട്ടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എം രാജ അല്ലെ കമകര പുരുഷോത്തമൻ, അങ്ങനെയുള്ള പഴയ ഗാനങ്ങൾ മാത്രം, പഴയ ആൾക്കാർ മാത്രമല്ല ഈ തിരയിലെ വിഴുങ്ങലിൽപ്പെട്ടു പോയത്. വരാനിരുന്ന ഒരുപാട് നാമ്പുകൾ അവിടെ ആ തിരകളിൽ ഇട്ടുപോയി. അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ് ഒരു സ്വന്തമായൊരു തുരുത്ത് സൃഷ്ടിച്ച് ആ തുരുത്തിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നേട്ടം എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ നേട്ടം എന്നുള്ളതല്ല, മലയാളികളുടെ നേട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശുദാസ് എന്ന് പറയുന്ന ഒരു ഏകഛത്രാധിപത്യത്തിന് അകത്ത് നിന്നു പോകുമായിരുന്നു നമ്മുടെ പിന്നെ മലയാള ചലച്ചിത്ര ഗാനശാഖ എന്ന് പറയുന്നത്. പുതിയതായി വന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യേശുദാസിനോട് കമ്പയർ ചെയ്യുകയാണ്, ശബ്ദം പോലും യേശുദാസിനോട് കമ്പയർ ചെയ്യുകയാണ്. യേശുദാസിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യേശുദാസിനെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞ് അവസരങ്ങൾ കിട്ടാതെ പോയ പലരുമുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നമുക്കറിയാം, പേരെടുത്ത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഈ അവസരത്തിൽ. പക്ഷേ നമുക്കറിയാം യേശുദാസിൻ്റെ ശബ്ദം അനുകരിക്കുന്നു, അല്ലെങ്കിൽ യേശുദാസിനെ അങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ബോധപൂർവം ഒരുപക്ഷെ യേശുദാസും അങ്ങനെ ശ്രമിച്ചിരിക്കാം, അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും. കാരണം അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ പറച്ചിലിനും അദ്ദേഹം ഒരു നേരത്തെ പറഞ്ഞ ഒരു ചക്രവർത്തിയെ പോലെ അങ്ങ് മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഈ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു തുരുത്തുണ്ട്. ജയചന്ദ്രൻ നമുക്ക് തന്നൊരു ഫീലുണ്ട്, ജയചന്ദ്രൻ നമുക്ക് നൽകിയ ഒരു തുരുത്തുണ്ട്. ആ തുരുത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്, അവിടെ ജയചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയചന്ദ്രൻ്റെ ഈ ഏറ്റവും വലിയ പ്രസക്തി ജയചന്ദ്രൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ഗാനത്തിൽ അതുകൊണ്ടുകൂടിയാണ് നമുക്ക് യേശുദാസിൻ്റെ പാട്ടിനെയും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ 2000-ന് ശേഷം ഇങ്ങോട്ട് ഭാവഗായകന്റെ ഒരുപാട് സംഗീതങ്ങൾ നമുക്ക് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇല്ല, അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പാട്ട് അദ്ദേഹത്തിന് നിർത്തേണ്ട അവസരം തന്നെ ഉണ്ട്. കുറേ കാലം അദ്ദേഹം, പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അദ്ദേഹം മറ്റു ഭാഷകളിലേക്ക് 16,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അത് മറ്റു ഭാഷകളിൽ കുറേയേറെ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്, എല്ലാവരും പാടിയിട്ടുണ്ട്, അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു കാരണമാകാം. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ അദ്ദേഹം എനിക്ക് തോന്നി നിറത്തിലെ ഈ മോഹം തന്നിൽ രാഗന്നിൽ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ് ആ പാട്ട്, ആ പാട്ടോട് കൂടിയാണ് പിന്നെ അദ്ദേഹം ഇതിലേക്ക് തിരിച്ച് വന്നത്. അങ്ങനെ ആണ് കൂടുതൽ സജീവമായത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ നമുക്കത് അറിയാമല്ലോ. കാരണം ഈ യേശുദാസിൻ്റെ കാലഘട്ടം, യേശുദാസ് നിറഞ്ഞു നിന്ന കാലഘട്ടം, അത് നമുക്കറിയാം. എങ്ങനെയൊക്കെയാണ് അവിടെ അതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി മലയാളിക്ക് അതറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിരയായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് യേശുദാസിന്റെ ഒരു അപ്രമാദിത്വത്തിൽ ഇടയ്ക്കൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട് പി ജയചന്ദ്രൻ എന്നുള്ളത് സത്യമാണ്. അത് യേശുദാസ് കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മറ്റ് പല ഘടകങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടാണ് പിന്നെ എം ജി ശ്രീകുമാറിനെ ഒക്കെ ബോധപൂർവം പൊക്കിക്കൊണ്ട് വന്നാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നതിൽ വശമൊന്നുമില്ല. എം ജി ശ്രീകുമാറിനെയൊക്കെ ഒരു ലോബി കൃത്യമായിട്ട് യേശുദാസിൻ്റെ ശബ്ദത്തിനെതിരെ പൊക്കിക്കൊണ്ട് വന്നു തന്നെയാണ് യേശുദാസിൻ്റെ അപ്രമാദത്തിന് തടയിടുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലാതെ കൃത്യമായിട്ടും ജയചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യേശുദാസിൻ്റെ പാട്ടിനെയും കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിനോടൊരു ഈ താരതമ്യം ചില ഒരു കാലഘട്ടത്തിൽ യേശുദാസ് എം ജി ശ്രീകുമാർ എന്നുള്ള താരതമ്യത്തിലേക്ക് വരികയും പി ജയചന്ദ്രനെ തീരെ മറന്നു പോകുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ നേരത്തെ താങ്കൾ പറഞ്ഞ അവസ്ഥ. പക്ഷേ ഈ അങ്ങനെ എങ്ങനെ മറക്കാൻ കഴിഞ്ഞു? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ വിലയിരുത്തുമ്പോൾ ജയചന്ദ്രൻ പാടിയ ഈ കുറേയേറെ പാട്ടുകളുണ്ട്, അത് ജയചന്ദ്രൻ മാത്രമേ പാടാൻ കഴിയൂ എന്നുള്ളതാണ്. ഞാനിപ്പം എത്ര പാട്ടുകൾ എടുക്കാം. സുപ്രഭാതം എന്ന് പറഞ്ഞ പാട്ടുണ്ട്, പിന്നെ ഹർഷബാഷ്പം തൂകി അല്ലേ, പിന്നെ ശരദിന്ദു വളർന്നാളും അത് അങ്ങനെയുണ്ട്, പിന്നെ പാട്ടുകളുണ്ട്, പിന്നെ ഉപാസന അത് പിന്നെ ജയചന്ദ്രൻ്റെ പാട്ടല്ലേ. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര ഗാനം, അവിടെയാണ് ജയചന്ദ്രൻ്റെ പ്രസക്തി, അവിടെയാണ് കാലം വിലയിരുത്തുന്നത്. ഈ പാട്ടുകളൊക്കെ പാടാൻ മറ്റൊരാളില്ല. യേശുദാസ് പാടുന്ന ഒത്തിരി പാട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, യേശുദാസിന് വേണ്ടി വെച്ചിരുന്ന പാട്ട് പാടിയാണ് ജയചന്ദ്രൻ
ഈ നമ്മുടെ ചലച്ചിത്ര ഗാന രംഗത്തേക്ക് വന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് യേശുദാസിന് വേണ്ടി പാടാൻ വെച്ചിരുന്നത്. പക്ഷേ അത് ജയചന്ദ്രൻ തീർച്ചയായിട്ടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, യേശുദാസ് പാടിയിരുന്നെങ്കിൽ ആ പാട്ട് ഇത്ര കാലം നിലനിൽക്കുകയും ഇത്ര ഫീൽ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നില്ലെന്ന് തന്നെ വിശ്വസിക്കുന്നു. അവിടെയാണ് ഒരു ഗായകൻ്റെ വലിപ്പവും പ്രസക്തിയും എന്ന് പറയുന്നത്. ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാടിയ പല പാട്ടുകളും പാടാൻ മറ്റൊരാൾക്ക് ഒരു പകരം വെക്കാനെന്നില്ല. യേശുദാസ് ഒരുപാട് പാടിയിട്ടുള്ളത് കൊണ്ടുകൂടിയായിരിക്കാം, വളരെയേറെ പാടിയിട്ടുള്ളത് കൂടിയായിരിക്കാം. പിന്നെ ഒരു ഈ ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹം ഒരു വൈദഗ്ധ്യം നേടാനും ശാസ്ത്രീയ സംഗീതത്തിൽ പാടാൻ ശ്രമിച്ചതുകൊണ്ടും ഒത്തിരി ശാസ്ത്രീയ സംഗീതജ്ഞരുമൊക്കെ ആയിട്ട് അദ്ദേഹമായിട്ട് ബന്ധം പുലർത്തിയത് കൊണ്ടുമൊക്കെ ആകാം. അങ്ങനെയൊക്കെ കിട്ടിയ ഒരുപാട് അവസരങ്ങൾ കൊണ്ടുകൂടിയാവാം ഒരു പക്ഷേ യേശുദാസ് വലിയ ഒരു തലത്തിൽ നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നതും തോന്നിപ്പിക്കുന്നതും. എന്തായാലും ഈ നമ്മുടെ സംഗീത രംഗത്ത്, ചലച്ചിത്ര ഗാന രംഗത്ത്, ഗാനരംഗത്ത്, ലളിതഗാന രംഗത്ത്, അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ പാടുന്ന രംഗത്ത്, ഗാനശാഖയിൽ ജയചന്ദ്രൻ്റെ ഔന്നത്യം ഒരർത്ഥത്തിലും ആരുടെയും പിന്നിലല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതത്ര വലിയ ഈ കാലഘട്ടത്തിൽ ആരുടെയും പിന്നിലല്ല ജയചന്ദ്രൻ്റെ സ്ഥാനം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയൂ. പക്ഷെ അതിനിടയിലുള്ള ഒരു ദുഃഖം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന, അർഹതപ്പെട്ട ഒരു പരിഗണന ലഭിച്ചിരുന്നില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. കാരണം പരിഗണന എന്ന് പറയുന്നത് പല തലത്തിലും പല ഘട്ടത്തിലുമാണല്ലോ. നമുക്കതിനെ അങ്ങനെയല്ലേ വിലയിരുത്താൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ശരിയല്ല, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. പരിഗണന കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാവ ഗായകനെ നമ്മൾ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ തീരെ മറന്നു പോകുന്ന ഒരു സാഹചര്യം. ചെറിയ അവസരം അതിപ്പോ ഈ ചലച്ചിത്ര ഗാനരംഗം അല്ലെങ്കിൽ ചലച്ചിത്ര രംഗം ഞാൻ പറഞ്ഞല്ലോ, യേശുദാസ് ഒരു ഗന്ധർവ രൂപത്തിലേക്കും അങ്ങനെ അങ്ങ് മാറിപ്പോയി. അതിന്റെ ശരി തെറ്റുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നതിലും നമുക്ക് ഇനി അവസരങ്ങളുണ്ടല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരർത്ഥത്തിലും ജയചന്ദ്രന്റെ സ്ഥാനം ആരുടെയും പിന്നിലല്ല. ഇവര് സമതുല്യരാണോ? അതാ ഞാൻ പറഞ്ഞു, പിന്നിലല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പം നമ്മൾ അത്തരം ഒരു താരതമ്യത്തിന് ഞാൻ പ്രസക്തിയില്ല. ജയചന്ദ്രൻ ആരുടെയും രണ്ടാമനല്ല ഒരിടത്തും ഈ ഗാനരംഗം, പ്രത്യേകിച്ച് ഈ രംഗത്ത് എന്ന് മാത്രം പറഞ്ഞു വെക്കാനും നമുക്കിപ്പോൾ. ഏതായാലും മലയാളം ഉള്ളിടത്തോളം കാലം ജയചന്ദ്രന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും, അതെന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതെ, മറക്കാതെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നമുക്ക് നിത്യശാന്തി നേരം.